നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ അങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ഉണ്ടോ നോക്കാം, അടിപൊളി ഉണ്ടോ. അപ്പോൾ ഓരോ വിളവെടുപ്പും മനുഷ്യന് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ് അല്ലേ? അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ നമുക്ക് വർഷാവസാനം ആകുമ്പോൾ ഇതേപോലെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പറമ്പിൽ നട്ടതായ മഞ്ഞൾ വിളവെടുപ്പാണ്. അപ്പം നമ്മൾ പറമ്പിൽ നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കുറേ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് പപ്പയും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് മഞ്ഞൾ നട്ടത്. പിന്നെ ഒരു അച്ചായനെയും കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും നട്ടു. പിന്നെ അത് ചിക്കി അടിപ്പിച്ചതൊക്കെ പപ്പ തന്നെയായിരുന്നു. പപ്പയും ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ചേർന്നിട്ടായിരുന്നു ചിക്കി അടിപ്പിച്ചത്. നമുക്ക് പ്രാവശ്യം അതുകൊണ്ട് വിളവെടുക്കുന്ന ആണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളതിൻ്റെ വിളവെടുപ്പൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങൾ മഞ്ഞളിൻ്റെ വിളവെടുക്കാനായിട്ട് പറമ്പിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മും ഉണ്ട്, അപ്പവും ഉണ്ട്, അമ്മണിയുണ്ട്, എല്ലാവരും കൂടെ ഇനി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് സ്വല്പം പോച്ചയൊക്കെ തിന്നാമല്ലോ എന്ന് കരുതി അവരെ ഇവിടെ കൊണ്ട് കെട്ടി. അപ്പം ഞങ്ങൾ സന്തോഷത്തോടെ നിന്ന് വിളവെടുപ്പ് നടത്തുന്നുണ്ട്. ഈ വിളവെടുപ്പ് സമയമൊക്കെ നമുക്ക് സന്തോഷം തന്നെയാണ്, പക്ഷേ നമുക്ക് നല്ല ജോലിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോന്നും കിളച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടിട്ടിരുന്നാൽ നമുക്ക് മഞ്ഞപ്പൊടിയൊന്നും ആവത്തില്ലല്ലോ. ഇത് നല്ല വൃത്തി ഇതിനി ഓരോ വിളവെടുപ്പെന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്, പക്ഷേ എങ്കിലും നമുക്ക് ഇരട്ടി ജോലിയും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇനി ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മളത് കഴുകി അത് പിന്നെ നമുക്ക് പുഴുങ്ങണം, പിന്നെ ഉണക്കണം. 10 ദിവസത്തെ ഉണക്കൊക്കെ ഉണക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് അടിച്ച് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് മാറ്റണം. എന്നിട്ടൊക്കെയാണ് നമ്മളിതിനെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നത്. അപ്പം നല്ല വൃത്തിയായിട്ട് ഇത് കഴുകിയെടുത്ത് പിന്നെ നമ്മളതിനെ പിന്നെ കുട്ടകത്തിനകത്തോ ചരുവത്തിനകത്തോ എവിടെ നിങ്ങൾ എങ്ങനെയാണോ ആവി കയറ്റുന്നത് വേവിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം, ഈ മഞ്ഞളൊക്കെ പുഴുങ്ങുന്ന രീതി. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ ഞങ്ങളുടെ പിന്നെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കാലത്ത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്നും ഒരിക്കലും ഇങ്ങനെ കേടാവത്തൊന്നുമില്ല. അത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും അത് കേടാകാതെ എങ്ങനെ ഇരുന്നോളും. അപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഇത് പച്ചയ്ക്ക് ഇപ്പം പിന്നെ കുറച്ച് ഒരു 10 മൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ പച്ചയ്ക്കൊക്കെ അരിഞ്ഞിട്ട് ചിലപ്പോൾ ഉണക്കുന്നതായിരിക്കും. പക്ഷേ എനിക്കതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ചിലർ പറയുന്നുണ്ട് നല്ലതാണെന്ന്. അത് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നല്ലതായിരിക്കാം കേട്ടോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതി നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പം പുഴുങ്ങി വേണമെന്നുണ്ടെങ്കിലും പച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം എന്താ ഇഷ്ടം പോലെ മഞ്ഞൾ കിളച്ചെടുക്കുന്നുണ്ടോ? ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ മഞ്ഞളാണ്. മണ്ണിനടിയിലെ പൊന്നാണിത് കണ്ടോ. ഒരു അതെ, കുറച്ച് സമയം നമ്മളൊന്ന് ചിലവഴിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ അങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ഉണ്ടോ നോക്കാം, അടിപൊളി ഉണ്ടോ. സൂപ്പർ. ഇത് ഒരു മൂട്ടിന്നാ കിട്ടിയേക്കുന്നത്. അപ്പം ആർക്കും മഞ്ഞൾ കൃഷി ചെയ്യാമല്ലോ ഇനി. ഇതൊക്കെ കണ്ടാൽ ആരാണ് ചെയ്യാതിരിക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ മഞ്ഞൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. കണ്ടോ, ഇതേപോലെ ഒരു 10 മൂട് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട്. അതുപോലെ നമ്മുടെ എല്ലാ മഞ്ഞളും നമുക്ക് കളച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 300ഓളം മൂട് നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ട്. 300 അല്ലെങ്കിലേ ഉള്ളൂ, ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ അതല്ലാതെ പിന്നെ എല്ലായിടും ഇത് കിളിച്ചും ഇങ്ങനെ വന്നോളും. കണ്ടല്ലോ, ഇഷ്ടം പോലെയാണെന്ന് കണ്ടല്ലോ. കണ്ടോ, ഓരോ മൂടും നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എന്ത് രസമാണ് ഇങ്ങനെ ഇത് കാണാൻ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് കാലത്ത് നമ്മുടെ പിന്നെ മഞ്ഞളായിരുന്നു താരം എന്നുള്ളത് അല്ലേ? അല്ലേ ഇവനെ? മഞ്ഞളായിരുന്നു മെയിൻ ഒരു ഐറ്റം അല്ലേ? ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇവിടെ വെള്ളത്തിൽ ചൂടാക്കുന്നത് മമ്മി ജീരകമൊക്കെ മാറ്റി നമ്മുടെ മഞ്ഞളാക്കിയായിരുന്നു. എല്ലാത്തിനും വളരെ ഉപകാരപ്രദമായ ഔഷധ ഗുണമുള്ള ഒന്നാണ് മഞ്ഞളെന്ന് എല്ലാവരും ഈ കോവിഡ് കാലത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും മഞ്ഞൾ നടും അല്ലേ? നട്ടിരിക്കും, നടണം. പിന്നെ പപ്പയാണ് ഇപ്രാവശ്യം വിളവെടുക്കുന്നത്. നടുന്ന സമയത്തും പപ്പ ഉണ്ടായിരുന്നു. പപ്പ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു ആ സമയത്ത് നടാനും മണ്ണടിപ്പിക്കാനും ഒക്കെ. ആ ചിക്കി അടിപ്പിച്ചെല്ലാം പപ്പ തന്നെയായിരുന്നു. പപ്പയും ഇവനും കൂടെ ആയിരുന്നു. അതാ പപ്പ. പക്ഷെ ഇതിന് നമ്മൾ വളം കൊടുത്തത് ചാണകം മാത്രമായിരുന്നു അല്ലേ? ചാണകം നല്ല വളമാണ്. പക്ഷേ ജൈവ സ്ലറി ഇതിന് ഒഴിച്ചില്ല. കാരണം നമുക്ക് ഇത്രയും മഞ്ഞൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും കൂടെ ജൈവ സ്ലറിയൊന്നും കലക്കി ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പം ചാണകമൊക്കെ ഇട്ടായിരുന്നു നമ്മൾ വെട്ടിയെടുപ്പിച്ചത്. പച്ച ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ച ചാണകം തന്നെ വേണമെന്നില്ല. അപ്പോൾ 1 മാസം കിടക്കുന്ന ചാണകം മതി. ചാണകപ്പൊടിയല്ല, ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് പരുവത്തിലുള്ള ചാണകമായിരുന്നു നമ്മൾ ഇട്ട് കൊടുത്തത്.
50 മൂടൊക്കെ ആയിട്ട് നിങ്ങൾ നടുവെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു കുറച്ച് മൂട് മതി, നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടം പോലെ വിളവ് നമുക്കതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതിൻ്റെ പിന്നെ ഇതെല്ലാം പോക്കിക്കളഞ്ഞിട്ട് നമുക്ക് വിത്തിനുള്ളത് നമ്മളങ്ങ് മാറ്റി വയ്ക്കണം. ഇങ്ങനെ നല്ലത് നോക്കി നമ്മൾ വിത്തിനെടുത്ത് വയ്ക്കും, ഈ രീതിയിലുള്ളത്. അപ്പോൾ ഇത്ര വെച്ച് ഇട്ടാലും മതി, അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും, ഇതിൽ കൂടുതൽ ഒട്ടും ഇടണ്ട, ഈ ഒരു കഷ്ണം ഇട്ടാലും മതി. ഇഷ്ടംപോലെ മഞ്ഞൾ നമുക്ക് ഇതേപോലെ പിടിച്ചു വരുന്ന നമ്മൾ ഈ 1-2 കൂട്ടം ഇട്ടാണ് ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് നിങ്ങളെല്ലാം ശ്രമിക്കണം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇനി പുഴുങ്ങുന്നതെന്ന് വെച്ചാൽ ഉമിയുണ്ടെങ്കിൽ ഉമി ഇട്ട് പുഴുങ്ങാം. വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങിയാൽ കുർക്കുമിൻ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഒരു സ്വല്പം വെള്ളം എന്തായാലും ഒഴിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പുഴുങ്ങിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞങ്ങൾ കുട്ടകത്തിനകത്തിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ ഓരോ വിളവെടുപ്പും നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ് അല്ലേ. ഇപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഈ സമയമാകുമ്പോൾ ഇഞ്ചിയുടെ, മഞ്ഞളിൻ്റെ, കൂവയുടെ, ചേനയുടെ, ചേമ്പിൻ്റെ, കിഴങ്ങ് ഇങ്ങനെ ഓരോന്നും വിളവെടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ നട്ടിട്ട് ഇത്രയൊക്കെ നമുക്ക് കളച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആർക്കാണെങ്കിലും വളരെയധികം സന്തോഷം തരുന്നൊരു സംഭവം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക, പറമ്പുള്ളവർ. പിന്നെ ഈ അയലത്തൊക്കെ ഇങ്ങനെ പറമ്പുകൾ വെറുതെ കിടക്കുമല്ലോ, അപ്പം അവർക്ക് കൃഷി ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, ഞങ്ങളൊന്ന് കൃഷി ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ആരും സമ്മതിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യേറി അങ്ങ് പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ പിന്നെ അവരോട് മാന്യമായ രീതിയിൽ ചോദിച്ച് ഞങ്ങളൊന്ന് കൃഷി ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറേ പേര് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കൃഷി ചെയ്താൽ നമ്മുടെ ഈ പറമ്പുകളൊക്കെ ഇങ്ങനെ കാട് കയറാതെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടുന്നതായ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിത്തിൻ്റെ മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നമ്മൾ അത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നതാണ്, വിത്തിന് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ വാട്സപ്പ് സ്റ്റോറിലെ നമ്പർ ഇവിടെ നമ്മൾ താഴെ കൊടുത്തേക്കാം, അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്താൽ മാത്രം മതി, നമ്മളത് സമയം പോലെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മളിത് കുറേശ്ശെയൊക്കെ ഇവിടുന്ന് കുറച്ച് മണ്ണൊക്കെ പോക്കിയിട്ട് നമുക്കവിടെ മുറ്റത്ത് കൊണ്ടിട്ട് പിന്നെ നമുക്ക് സമയം പോലെ അങ്ങ് വൃത്തിയാക്കിയാൽ മതി. എല്ലാം വാരി കൊട്ടയ്ക്കകത്തോട്ടിട്ടു, എല്ലാം വാരി കൊട്ടയ്ക്കകത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. അവിടുന്ന് നേരെ എളുപ്പം വാരി ഇട്ടു. മഴയൊക്കെ വരുന്നുണ്ട്, കൂടുതൽ വൃത്തിയാക്കലൊക്കെ നമുക്ക് മുറ്റത്ത് പോയിരുന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് മുറ്റത്ത് കൊണ്ട് ഇട്ടു, ഇനി കിളയ്ക്കാൻ കിടക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇഷ്ടം പോലെ മഞ്ഞൾ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. പപ്പയെ നല്ല ഉത്സാഹത്തിലാണ് ഈ വർഷം. എല്ലാം പപ്പ ഉണ്ടെങ്കിൽ പപ്പ പോകുന്നതിന് മുമ്പ് 15-ന് തിരിച്ച് പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് മഞ്ഞളൊക്കെ പുഴുങ്ങി ഒരിടത്ത് ആക്കണം. ഇക്കാര്യത്തിലൊക്കെ നല്ലതുപോലെ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പുഴുങ്ങണോ, ഉണക്കണോ, കിളയ്ക്കണോ, പക്ഷേ മുഖം മാത്രം കാണിക്കാൻ വയ്യ. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ, ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കിയേ. അതിന് സർവീസിൽ നിന്നൊക്കെ വന്നിട്ട് കാണിക്കാമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ല ഞാനെന്താ പറയുക. അപ്പം നമുക്കിത് കൊണ്ടിട്ടിട്ട് വരാം. വാ. അയ്യോ, ഒഴിഞ്ഞു വെച്ച് ചേർക്കാം. അപ്പം നമ്മുടെ മഞ്ഞളിങ്ങനെ ഓരോ കൊട്ട വീതം നമ്മളിങ്ങനെ കൊണ്ടിടുക. ഇത് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടതാണ് ഈ കിടക്കുന്നത് ഗ്രോ ബാഗിൽ നട്ടത്. ഇത് നമ്മളിപ്പം കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുകയാണ്. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ വൃത്തിയാക്കി ഇട്ടേക്കുന്നത് ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ തടയാണ് ആ കിടക്കുന്നത്. അത് നമ്മൾ പ്രത്യേകമാണ് അതിനെ പുഴുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇട്ടാൽ ചിലപ്പോൾ അതിന് ഇച്ചിരി വേവ് കൂടുതലാണ്, അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമ്മളിട്ട് പുഴുങ്ങാറാണ് പതിവ്. ഇപ്പം കുട്ടകത്തിനകത്തിട്ടാണ് നമ്മളിത് പുഴുങ്ങുന്നത്. ഇപ്പം ചരുവത്തിനകത്തൊക്കെ ഇട്ടാൽ നമ്മൾ പല പ്രാവശ്യം ഇട്ട് പുഴുങ്ങേണ്ടി വരും. അപ്പം കുട്ടകത്തിനകത്ത് ആകുമ്പം കുറേ കൊള്ളും. ഇപ്പം നമ്മളിത് പകുതിയോളം മാത്രമേ കളച്ചിട്ടുള്ളൂ, ഇനിയും പകുതി കിടക്കുകയാണ്. ഇതിപ്പം നമുക്ക് നടാൻ എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് നടാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കിളച്ച് കൊണ്ടുവന്നിട്ട് നമ്മളൊരു മുറിയുടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടാനുള്ള മഞ്ഞൾ നമ്മൾ ഈ കിളയ്ക്കാതെ മണ്ണിനടി തന്നെ അങ്ങ് ഇട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല. അന്നേരം നമുക്ക്
എടുത്ത് അന്നേരം കളച്ച് പിന്നെ നമുക്കങ്ങ് തടവെടുത്തിട്ട് നട്ടാലും മതി. അങ്ങനെ ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും മഞ്ഞളിന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, നമുക്കങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മഞ്ഞൾ നട്ട് തറയിൽ, അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ എന്തെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും മാറി നമ്മൾ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല വിളവുകൾ നമുക്ക് മാറി ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നല്ല വളങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം നമുക്ക് നല്ലതുപോലെ നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് കൊള്ളാമല്ലോ. മതി, താത്തറൊക്കെ അവളെ അവർക്കൊക്കെ വെയിറ്റ് വെച്ച് പോയി. അപ്പം കിളച്ചുകൊണ്ട് ഇടുന്നതനുസരിച്ച് നമ്മൾ കുറേശ്ശെ അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ വേരൊക്കെ നല്ല നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുക. ഇനി ഇത് നല്ലതുപോലെ കഴുകി നമുക്ക് പുഴുങ്ങണം. അതിൻ്റെ തടഭാഗമൊക്കെ നമ്മൾ വേറെ ഇട്ടിരിക്കുകയാണ്. അത് നല്ല കനമുള്ളതായതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം പുഴുങ്ങിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് നല്ല വേവുണ്ട് കേട്ടോ. അത് വേവിച്ചതിന് ശേഷം പിന്നെ അതിനെ ഇപ്പം 4ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മളതിനെ ഉണക്കുന്നത്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് അങ്ങ് ഉണക്ക് കയറിക്കോളും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മഞ്ഞളിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഒരു പകുതിയെ കളച്ചുള്ളൂ, ഇനിയും കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കളയ്ക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരത്തില്ല. അപ്പം ഞങ്ങൾ കുറേശ്ശെ ഇങ്ങനെ കളച്ചുകൊണ്ടുവന്ന് വൃത്തിയാക്കി ഇങ്ങനെ ഇടും. എന്നിട്ട് ഒരുമിച്ച് നമ്മൾ പുഴുങ്ങാനായിട്ട് നിൽക്കും. ഇതാണ് നമ്മുടെ മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ ഈ വർഷത്തെ. ഈ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലും കൂടുതൽ മഞ്ഞൾ നമ്മൾ നടുന്നതായിരിക്കും. അപ്പോൾ ഓരോ വർഷവും നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ പൊടി കിട്ടിയത്, ഒരു 15 കിലോളം പൊടി നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടിയായിരുന്നു. കുറേ ഞാൻ വിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ശുദ്ധമായ മഞ്ഞൾപ്പൊടിക്ക് നല്ല ഡിമാൻഡാണ്. ഇതൊക്കെ എല്ലാവരും വന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതുപോലെയൊക്കെ കൃഷി ചെയ്താൽ നല്ലൊരു വരുമാന മാർഗം കൂടെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിളവെടുപ്പ് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ. പക്ഷേങ്കിൽ അതിന് പുറകിൽ പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളതെല്ലാം വൃത്തിയാക്കണം, പുഴുങ്ങണം, ഉണക്കണം, പൊടിക്കണം, പിന്നെ കുറേ പണികളുണ്ട്. മറ്റുള്ള എല്ലാത്തിനും ഇതേപോലെ അതിൻ്റേതായ ഓരോ പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം ഉത്സാഹത്തോടെ നിൽക്കുക, ക്ഷമയോടെ നിൽക്കുക, എല്ലാവരുടെ സഹകരിച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു വീട്ടിലെ പണികളൊക്കെ നമുക്ക് സന്തോഷമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ കൃഷി ചെയ്യണം. അപ്പം ഇനി കൃഷി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ വിത്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് സ്റ്റോറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.